ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതും പ്രത്യേകിച്ച് പ്രവാസികൾക്ക് നോസ്റ്റു ആയിട്ടുള്ളൊരു കുമ്പളപ്പത്തിൻ്റെ റെസിപ്പി. അപ്പം ഇത് നമുക്കിന്ന് സ്പെഷ്യലായിട്ട് മമ്മിയായിട്ട് ഇത് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി കുറച്ച് വഴനയിലെടുത്ത് കഴുകി തുടച്ച് വൃത്തിയാക്കി കുമ്പിളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഇലയ്ക്ക് എന്താ പേര് പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നമ്മൾ ആദ്യമായിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര അത് പാനിയാക്കി എടുക്കുകയാണ് കേട്ടോ. ശർക്കര പാനി നമുക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്ത് നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കഴിഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചിരുന്ന ചക്കയിലുവ അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ശർക്കര പാനിയിലേക്ക് നമുക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് റവയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി അടുത്തത് തേങ്ങ തിരുമിയതാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് തേങ്ങ തിരുമിയതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അടുത്ത് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു നുള്ള് ഉപ്പ്, ജസ്റ്റ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് കുറച്ച് ഏലക്ക പൊടിച്ചതും ജീരകവും കൂടെ പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവുകയാണ്. പണ്ടൊക്കെ നമുക്കറിയാം ചക്കയുടെ സീസൺ ആകുമ്പം മിക്ക വീടുകളിലും ഉണ്ടാക്കുന്ന ഒരു പലഹാരമായിരുന്നു അല്ലേ. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ളൊരു പലഹാരമാണിത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ സ്മെല്ല്, വഴനയുടെ സ്മെല്ലെന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയായിരുന്നു. അപ്പോൾ ഇതേ നന്നായിട്ട് കുഴച്ച് നമ്മളതേ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വഴനയിലയുടെ കുമ്പിളിലേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം. ദേ ഓരോന്നായിട്ട് മമ്മി ഇങ്ങനെ നിറച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേ ഇപ്പോൾ എല്ലാം നിറച്ചിട്ടുണ്ട്. നമ്മളിത് ആവിയിൽ പുഴുങ്ങിയാട്ടോ എടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു അപ്പച്ചെമ്പ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. നമുക്കിനി അത് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ദേ ഇത് കുമ്പിളപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുമ്പിളപ്പം ദേ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞൂസ എന്താ കഴിക്കുന്നേ? സൂപ്പറാണോ? താങ്ക്സ് ഫോർ വാച്ചിങ്.